ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എന്തുകൊണ്ട് EDP, എന്താണ് EDP എന്നതിന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിപ്പിക്കാം. ഇന്ന് എന്തുകൊണ്ട് EDPക്ക് പെർഫ്യൂമിൽ എന്താണ് സ്ഥാനം, ഇതറിയൽ നമ്മളുടെ ബാധ്യതയാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. പരമാവധി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. എന്നാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എൻ്റെ അറിവുകൾ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിഷയത്തിൽ കിടക്കാം. എന്തുകൊണ്ട് EDP? മിക്ക കമ്പനികളും EDP ലേബലുകളിൽ പെർഫ്യൂം പുറത്തിറക്കുന്നു. കാരണം EDP കുറച്ചധികം ഫ്രാഗ്രൻസുകളുള്ള ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് EDP അത്യാവശ്യം ലാസ്റ്റ് ചെയ്തെന്ന് വരാം. എന്നാൽ മിക്ക ബ്രാൻഡഡ് കമ്പനികളുടെ EDT എന്ന പെർഫ്യൂമും ഈ ഒരു ലേബലിൽ ഈ ഒരു ലാസ്റ്റിംഗ് തരാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ബ്രാൻഡഡ് പെർഫ്യൂമുകൾ നമുക്ക് ഒരുപക്ഷെ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചെറിയ കമ്പനികളുടെ EDP പെർഫ്യൂം തിരഞ്ഞെടുക്കുക. EDP പെർഫ്യൂമിൽ ബേസ് നോട്ടിൻ്റെ അളവുകളും എണ്ണങ്ങളും കൂടുതലാണ്. ഇത്തരം പെർഫ്യൂമുകൾ നമുക്ക് ഒരുപാട് നേരം ലാസ്റ്റിംഗ് തന്നേക്കാം. അതുകൊണ്ടാണ് പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ EDP പരമാവധി സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. EDPയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ മിഡിൽ നോട്ടുകളും ബേസ് നോട്ടുകളും EDP അല്ലെങ്കിൽ അതിന്മേലെയുള്ള പെർഫോം എന്നീ രണ്ട് ഫോർമുലകളിലാണ് ഉപയോഗിക്കാറുള്ളത്. EDP പെർഫോമിന്റെ താഴെയുള്ള ഒരു ഫോർമുലയാണ്. മിക്ക കമ്പനികളും EDP എന്ന ലെവലിലാണ് പെർഫ്യൂം ഇറക്കാറുള്ളത്. പെർഫോം അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനികളാണ് പെർഫോം മേഖലയിൽ പെർഫ്യൂം നിർമ്മിക്കാറുള്ളത്. സാധാരണയുള്ള കമ്പനികൾ അവരുടെ പെർഫ്യൂം EDP എന്ന ആ ഒരു ലേബലിൽ തന്നെയാണ് മാർക്കറ്റിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കാരണം അവർക്ക് അതിന്മേലെ പോകാൻ ഒത്തിരി പ്രയാസമാണ്. കാരണം ഇതിൽ ഫോർമുലയിൽ ഫ്രാഗ്രൻസിന്റെ അളവ് കൂടുതലാണ്. അളവുകൾ കൂടുമ്പോൾ ഒരുപക്ഷെ ആ പെർഫ്യൂമിന്റെ വില അധികമായേക്കാം. ഈ അധികം വിലകളിൽ ഒരുപക്ഷെ ആ പെർഫ്യൂം മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സാധാരണയുള്ള കമ്പനികൾ EDP ലേബലിൽ മാത്രം നിലനിൽക്കുന്നത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ EDP ആ ഒരു ലേബൽ ആ ഒരു ഫോർമുലയുള്ള പെർഫ്യൂം മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് EDP എന്ന് നിങ്ങൾക്ക് സംശയം വരാം. അതിൻ്റെ അളവ് കണക്കുകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പ്രതിപാദിപ്പിക്കാം. തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്കും ഈ ഒരു ചെറിയ അറിവ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പരമാവധി വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് എൻ്റെ ആ ഒരു ഊർജം. പരമാവധി നിങ്ങൾ സഹകരിക്കുമെന്ന്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.